പിതാവേ, ഇത് ഈ 3 വർഷത്തിനിടയിൽ 17 കാട്ടാനാക്രമണമാണ് വയനാട് ജില്ലയിൽ മാത്രം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകുന്നു, ഈ ആനയെ പിടികൂടാനുള്ള നടപടി ചെയ്യുന്നു. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ സാധിക്കുന്നില്ല. അതാണ് നമ്മളെല്ലാവരും ഗവൺമെൻറ്റിനോട് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. ഒരു ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ആ പുതിയ ഗവൺമെൻറ്റിനോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, മനുഷ്യജീവൻ വിലയുള്ളതാണ്, അതാരുടേതായാലും വിലയുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ജീവനും നശിക്കുവാൻ്റെ ഇടവരരുത്. അപ്പം അതിനുള്ള സംവിധാനങ്ങൾ എന്ത് വില കൊടുത്തും ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നാണ് പ്രത്യേകമായിട്ട് ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, നമ്മൾ പറയുന്നുണ്ട്, സാധാരണയായിട്ട് നടക്കുന്നത് ഇതാണ്. എന്തെങ്കിലും ഒന്ന് നടന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും ബഹളം കൂട്ടും. പിന്നെ ആ ബഹളം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആരും ഇതിനു വേണ്ടി മുന്നോട്ട് വരെയില്ല, ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ ഈ പുതിയ UDF ഗവൺമെൻറ്റെങ്കിലും പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജെസ്സി എന്ന 45 വയസ്സുകാരിയാണ് ഇന്നലെ ഇവിടെ ആന ചവിട്ടി മെതിച്ച് കൊന്നുകളഞ്ഞത്. 2 ആനകളുണ്ടായിരുന്നു പറയുന്നു. ഭർത്താവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ജെസ്സിയുടെ ജീവൻ വളരെ വിലപ്പെട്ട ജീവനായിരുന്നു. 3 മക്കളുണ്ട്, ഭർത്താവുണ്ട്, അമ്മയുണ്ട്. ഇവരൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജെസ്സി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നലെ രാവിലെ അവർ ജോലിക്ക് പോവുകയായിരുന്നു. സ്കൂട്ടറിൽ ഭർത്താവ് ഓടിക്കുന്നു, പിന്നിൽ ജെസ്സി ഇരുന്ന് പോകുന്നു. ആ സമയത്താണ് ഈ ആനകൾ ഇവരെ നേരെ തിരിയുകയും ജെസ്സിയെ എടുത്തെറിയുകയും ജെസ്സി മരിക്കുകയും ചെയ്തത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും വ്യസനമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, ഈ നാടിൻ്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പ്രത്യേകം പങ്കുചേരുന്നെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള മന്ത്രിമാരും മറ്റു ആളുകളൊക്കെ ഇടപെട്ട് ഈ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഈ നിലവിൽ സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാര തുക വളരെ കുറവാണെന്ന് പലപ്പോഴും അഭിപ്രായമുണ്ട്. അപ്പോൾ ആ നഷ്ടപരിഹാര തുക ഉയർത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ അത്യാവശ്യമായിട്ടാണ്. അതിപ്പോൾ പറയുന്നത് 14 ലക്ഷം നമ്മുടെ LDF ഗവൺമെൻറ് നിജപ്പെടുത്തിയതാണ്. അത് മാറ്റുവാനും വർദ്ധിപ്പിക്കുവാനൊക്കെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് സാധിക്കും. അതിന് ഗവൺമെൻറ്റിന് നല്ല മനസ്സുണ്ടെങ്കിൽ, ഈ പാവപ്പെട്ട കുടുംബത്തിന് കൂടുതൽ സഹായം ചെയ്യുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കത് മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് ഗുണമുണ്ടാവും. ഈ കുടുംബത്തിന് നല്ലൊരു സഹായം ചെയ്തു കൊടുക്കണം. മാത്രമല്ല, ഈ കുടുംബത്തിലെ 3 മക്കളുണ്ട്. അവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായി തീരും എന്ന് നമ്മൾ വിചാരിക്കുക. പിതാവ് ആരോടെങ്കിലും സംസാരിച്ചാണ്, മന്ത്രിമാരോടും അങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? MLA-മാരൊക്കെ ആയിട്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് നമ്മൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി പോസിറ്റീവായിട്ടാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ മന്ത്രിമാരോടോ മറ്റുള്ളവരോടൊക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കും. ഇന്നലെയല്ലേ നടന്നത്, നമുക്ക് പറയാം. അപ്പോൾ പക്ഷെ അതിന് മുമ്പ് തന്നെ, ആരും പറയാതെ തന്നെ അവർ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു ഇങ്ങനെ ഏതാണ്ട് നല്ലൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ സമ്മാനമായിട്ട് അവർക്ക്
വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ 2 ലക്ഷം രൂപ ഞാനിപ്പോൾ കൊടുത്തവർക്ക്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ ഇവിടെ താമസിക്കാനൊക്കെ ഇഷ്ടമെന്ന് തോന്നുന്നു. ഇവർക്ക് പുറത്തേക്കൊന്നും വരാൻ ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല. അതും പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അത്ര